തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ കൊലപാതകം, ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായക്കാണ് കൊല്ലപ്പെട്ടത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ ആസാം ഒറീസ സ്വദേശികളായ 6 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും തൃശൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അനാശാസ്യ കേന്ദ്രത്തിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഒഡീഷ സ്വദേശിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ധൻപത് നായക് ആണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പണത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണം എന്നതാണ് പറയുന്നത്. ഏതായാലും സംഭവത്തിൽ ആസാം ഒറീസ സ്വദേശികളായ 6 പേർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഏതായാലും ഈ ഒരു പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണം എന്നതാണ് പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തൃശൂർ കോരപ്പത്ത് ലൈനിൽ ഇക്കഴിഞ്ഞ 18 രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. കോരപ്പത്ത് ലൈനിലുള്ള വീട് വാടകയ്ക്കെടുത്താണ് ഇവർ ഈ അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത്. ഈ കേന്ദ്രം നടത്തിപ്പുകാർ ഒഡീഷ അതുപോലെ തന്നെ ആസാം ഒറീസ സ്വദേശികളാണ്. ഈ തർക്കത്തിൽ ഏർപ്പെട്ടതും ഒഡീഷ സ്വദേശികൾ തന്നെയാണ്. ഈ 18 രാത്രി 3 പേരടങ്ങുന്ന ഇതര സംസ്ഥാനക്കാർ, അതായത് കൊല്ലപ്പെട്ട ഒഡീഷ സ്വദേശിയായിട്ടുള്ള ധൻപത് നായിക് ഉൾപ്പെടെയുള്ള 3 അംഗ സംഘം ഈ ഇടപാട് കേന്ദ്രത്തിലേക്ക് എത്തുന്നു. തുടർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ശേഷം പണം ആവശ്യപ്പെടുന്നു. ഇടപാടുകാർ, ഈ അനാശാസ്യ കേന്ദ്രം നടത്തുന്ന ആളുകൾ പണം ആവശ്യപ്പെടുന്നു. ഇതോടെ ഈ മൂവരും ചേർന്ന് സർവീസ് മോശമാണെന്ന് പറഞ്ഞ് അവർ ആവശ്യപ്പെട്ട പണം നൽകില്ല എന്ന് പറയുന്നു. ഇതോടെ തർക്കമാകുന്നു. തർക്കത്തെ തുടർന്ന് ഈ 8 അംഗ സംഘം, അതായത് ഈ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരായ ഇതര സംസ്ഥാനക്കാരുടെ 8 അംഗ സംഘം ക്രൂരമായി ഈ മൂവരെയും മർദ്ദിക്കുന്നു. ഇടിവള ഉൾപ്പെടെ ഉപയോഗിച്ച് മർദ്ദിക്കുന്നു. ശരീരം മുഴുവൻ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം ഇവരുടെ തന്നെ കാറിൽ കയറ്റി ഈ മർദ്ദനമേറ്റ മൂവരും താമസിക്കുന്ന കോട്ടപ്പുറത്തെ ഇവരുടെ താമസ സ്ഥലത്തിന് മുന്നിൽ കാറിൽ കൊണ്ടുചെന്നിറക്കുന്നു. നാണക്കേട് പറയുന്ന ഈ മൂവരും അന്ന് ഈ മർദ്ദന വിവരം ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഇവരുടെ സുഹൃത്തിനോട് കാര്യം പറഞ്ഞപ്പോഴാണ് സുഹൃത്ത് ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിച്ചത്. തുടർന്ന് മൂവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ധൻപത് നായകന് ക്രൂരമായി മർദ്ദനമേറ്റു. ഇടിവള കൊണ്ട് ഉൾപ്പെടെ ക്രൂരമായി തലയ്ക്ക് മർദ്ദനമേറ്റു. ആന്തരിക രക്തസ്രാവം ഉണ്ടായി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ അഡ്മിറ്റാക്കി അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ ആണ് ധൻപത് നായക്ക് മരണത്തിന് കീഴടങ്ങുന്നത്. രണ്ടാമത്തെ ആൾക്ക്, മർദ്ദനമേറ്റയാൾക്ക് ചെവിക്ക് പുറകിൽ 7ഓളം തുന്നിക്കെട്ടലുകളുണ്ട്. 3ാമത്തെ ആൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ ഇടപാട് കേന്ദ്രം, ലൈംഗിക അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത് ഇതര സംസ്ഥാനക്കാരായ 8 പേരടങ്ങുന്ന സംഘമാണ്. ഇതിൽ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇവരെ ക്രൂരമായി മർദ്ദിച്ചത്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ 8 പേർക്കും എതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരുന്നത്. ഇതിപ്പോൾ മരണപ്പെട്ടതോടുകൂടി വധശ്രമം നേരെ കൊലപാതക കേസിലേക്ക് മാറുകയാണ്. ഇതിൽ 6 പേരെയും ഈസ്റ്റ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 6 പേരും തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒരാൾ ആസാമിലേക്ക് കടന്നു എന്നുള്ളൊരു വിവരം കൂടി ഈസ്റ്റ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത് ആസാമിലാണ്. 8ാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അയാളെ കുറിച്ച് ഇപ്പോൾ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി തുടരുകയാണ്. ഈ മർദ്ദനമേറ്റ 3 പേരും തൃശൂർ MG റോഡിലുള്ള ഹോട്ടൽ ജീവനക്കാരാണ്, തൊഴിലാളികളാണ്. എന്തായാലും തൃശ്ശൂരിൽ നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കോരപ്പത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നഗരത്തിൽ തന്നെയാണ്, നഗരഹൃദയത്തിൽ തന്നെയാണ്. ഇവിടെയുള്ള ഒരു വീട് വാടകയ്ക്കെടുത്താണ് പ്രതികൾ ഇത്തരത്തിൽ അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നെന്നുള്ളൊരു വലിയ വിവരമാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു അനാശാസ്യ കേന്ദ്രം നടന്നിരുന്നു എന്നുള്ളൊരു വിവരം പുറം ലോകം അറിയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മരണപ്പെട്ട ആളുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തേണ്ടതുണ്ട്. ആസാമിലേക്ക് കടന്ന ആളെ പിടികൂടേണ്ടതുണ്ട്. ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അയാളെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാലും ഈസ്റ്റ് പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ദീപ്തി, ഏതായാലും തൃശ്ശൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അനാശാസ്യ കേന്ദ്രത്തിലാണ് ഈ കൊലപാതകമുണ്ടായത്. ഒഡീഷ സ്വദേശിയായ ധൻപത് നായകാണ് കൊല്ലപ്പെട്ടത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണം എന്നതാണ് പറയപ്പെടുന്നത്. സംഭവത്തിൽ എന്തായാലും ആസാം ഒറീഷ സ്വദേശികളായ 6 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.